സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഒരു 3 കാർഡ് സ്പ്രെഡാണ് അടിക്കണത്. അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ പാസ്റ്റ് നോക്കുമ്പോൾ ടെൻ ഓഫ് പെൻഡക്കിൾസ് പറയുമ്പോൾ ഒരു കൂട്ടുകുടുംബമാണ് കാണുന്നത്. കുടുംബ സ്വത്തൊക്കെ എടുത്തിട്ട് ഒരു കൂട്ടുകുടുംബമായിട്ട് അപ്പൂപ്പൻ, അമ്മൂമ്മ, അച്ഛൻ, അമ്മ, കുട്ടികൾ, അനിമൽസൊക്കെ ആയിട്ട് ആ ഒരു സ്വത്തൊക്കെ ഉപയോഗിച്ച് സംതൃപ്തിയോടെ ഹാപ്പിയോടെ കഴിയുന്ന ഒരു കാലമാണ് പാസ്റ്റ് ഉണ്ടായിരുന്നത്. പ്രസൻറ്റ് നോക്കുമ്പോൾ സെവൻ ഓഫ് വാൺസ് ആണ്. സെവൻ ഓഫ് വാൺസ് പറഞ്ഞാൽ സ്ട്രഗിളിങ് പീരീഡാണ്. ഒറ്റയ്ക്ക് നിന്ന് സ്ട്രഗിൾ ചെയ്യണ ഒരു അവസ്ഥയാണ് ഇവിടെ. അതായത് 6 ഓഫ് വാൺസിൽ സക്സസ് ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക്. 7 ഓഫ് വാൺസ് വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടാണ്. അത് കരിയറാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും തൻ്റെ ശത്രുക്കൾ ആരാണെന്ന് പോലും ഈ വ്യക്തിക്ക് അറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ ടെൻഷൻ ഈ വ്യക്തിയുടെ മുഖത്തിനുണ്ട് താനും. അപ്പോൾ ഇവിടെ ആ വെല്ലുവിളിയെ ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോടുകൂടി തൻ്റെ ഇന്നർ സ്ട്രെങ്ത് ഉപയോഗിച്ച് ആ വെല്ലുവിളിയെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. കാരണം ഈ വ്യക്തി തൻ്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യണ സമയമാണ്. അപ്പോൾ അതിനെ തൻ്റെ ഇന്നർ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോട് കൂടിയിട്ട് ആ വെല്ലുവിളിയെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ട്രഗിളിങ് പീരീഡാണെന്ന് അർത്ഥം. അടുത്ത കാർഡ് ഫ്യൂച്ചർ എന്താ കാണുന്നത്? പേജ് ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ ഫ്യൂച്ചറിൽ നേരത്തെ ബിസിനസ്സൊക്കെ ചെയ്ത് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ പുതിയൊരു സംരംഭത്തിന് വീണ്ടും തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. പുതിയൊരു പണസമ്പാദനത്തിനായിട്ടുള്ള ഒരു കരിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സോ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് ഇതിലേക്കായിട്ട് കുറച്ച് പുതിയ തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളെ കുറച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതിന് വേണ്ട ഒരു മോട്ടിവേഷൻ, ഒരു അംബീഷ്യസുള്ള ആളാണ്. ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോടെ വിജയം കൈവരിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷേ കുറച്ചും കൂടി പുതിയ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി പഠനം ആവശ്യമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ പണം സമ്പാദനത്തിന് വേണ്ടി പുതിയ കാര്യം തുടങ്ങാൻ പോണെന്ന് വെച്ചാൽ അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷം ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോടുകൂടി നിങ്ങളുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് അതിനെ സക്സസ്സിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.